നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NHM ജീവനക്കാരി VS ഷിനിയെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി വെടിവെച്ച കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറെ ചൊവ്വാഴ്ച പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലെത്തിച്ച തെളിവെടുത്തു. വെടിവെക്കാൻ ഡോക്ടർ ഉപയോഗിച്ച എയർ പിസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തു. 5ാം നിലയിലെ T2 2ാം ടവർ 502ാം നമ്പർ മുറിയിൽ 11 മണിയോടുകൂടി തുടങ്ങിയ തെളിവെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിവരെ നീണ്ടു. ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ ലഭിച്ച ചെറിയ പെട്ടിയിലായിരുന്നു തൊണ്ടി മുതലായ എയർ പിസ്റ്റൽ സൂക്ഷിച്ചിരുന്നത്. ഒപ്പം ചില മറ്റു വസ്തുക്കളും ഉണ്ടായിരുന്നു. ലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തയ്യാറെടുത്ത രീതിയും ഡോക്ടർ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. വഞ്ചൂർ ഇൻസ്പെക്ടർ HS ഷാനീഫിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തിനുള്ള വിരലടയാള വിദഗ്ധരുടെ സംഘവും ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകിയ എറണാകുളത്തെ സ്ഥാപനത്തിൽ പോലീസ് ബുധനാഴ്ച തെളിവെടുക്കും. ജൂലൈ 28 രാവിലെ 8:15 തിരുവനന്തപുരം പടിഞ്ഞാറക്കോട്ട ചെമ്പകശ്ശേരി RA125B വീട്ടിലെത്തിയ ഡോക്ടർ ഈ കൊറിയർ നൽകാനെന്ന വ്യാജേനെ ഷിനിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി വെടിവെച്ചത്. ആദ്യ 2 ശ്രമങ്ങളും ഉന്നം തെറ്റി ഭിത്തിയിൽ കൊണ്ടു. 3ാം ശ്രമത്തെ ഷിനി കൈകൊണ്ട് തടഞ്ഞപ്പോൾ വലത് കൈപ്പത്തിയിൽ പെല്ലറ്റ് തട്ടി മുറിയുകയും ഉണ്ടായി. മുഖം മറയ്ക്കുകയും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നാൽ തന്നെ ആദ്യം അജ്ഞാത സ്ത്രീ കാറിലെത്തി വെടിവെച്ച ശേഷം കടന്നുവെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. CCTV ദൃശ്യങ്ങളിൽ കാറിന്റെ ചിത്രം തെളിഞ്ഞതും ഡിജിറ്റൽ തെളിവുകളോടെ പോലീസ് അന്വേഷണം ശക്തമാക്കിയതും ദിവസങ്ങൾക്കകം ഡോക്ടറുടെ അറസ്റ്റിലേക്ക് നയിക്കുകയായിരുന്നു. ഷിനിയുടെ ഭർത്താവ് സുജിത്ത മാലിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. മുമ്പ് കൊല്ലത്ത് ആശുപത്രിയിൽ ശ്വാസകോശ രോഗ വിദഗ്ധയായി ജോലി ചെയ്യുമ്പോൾ സുജിത്ത അവിടെ PRO ആയിരുന്നു. അന്ന് ഇരുവരും സൗഹൃദത്തിലായിരുന്നു. പിന്നീട് മാലിയിൽ പോയ സുജിത്തുമായുള്ള സൗഹൃദം തകർന്നതാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ അനുമാനം. 1 വർഷത്തെ തയ്യാറെടുപ്പ് നടത്തിയാണ് കൃത്യം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഓൺലൈനിലാണ് എയർ പിസ്റ്റൽ വാങ്ങിയത്. വെടിവെക്കുന്നത് എങ്ങനെയെന്ന് YouTube വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു.